സോ ചേട്ടാ അങ്ങനെ ജതിൻ്റെ ഹെലികോപ്റ്റർ ക്രാഷായി മരിക്കുന്നതോടെ പടം ഫിനിഷാണ്. സോ അപ്പോൾ ഈ ക്ലൈമാക്സിലൂടെ കൂട്ടിയിട്ട് ആകെ എനിക്ക് 13-14 സീനല്ലേ? അതെ. എന്താ മോനെ ഇത് ലൂസിഫറിന്റെ സീക്വലാന്ന് പറഞ്ഞിട്ട് ഫുൾ സയ്യിദ് മസൂദ് ആണല്ലോ. അത് അങ്ങനെയല്ല ചേട്ടാ, പിന്നെ എങ്ങനെയല്ല, ഞാൻ എന്താ കൊരങ്ങനായിട്ട് നിൽക്കുകയാണ് അവിടെ. കഥ തുടങ്ങുന്ന എവിടെ വെച്ചാ? അത് ഗുജറാത്ത്. അവിടെ എന്താ? അവിടെ സയ്യിദ് മസൂദിന്റെ ചെറുപ്പം കാണിച്ചുകൊണ്ട് കണ്ടില്ല ആന്റണി ഇദ്ദേഹം. പിന്നെ 3 മണിക്കൂർ വെറും 4 മിനിറ്റ് ഡ്യൂറേഷൻ കുറവുള്ള പടത്തിൽ എൻ്റെ സ്ക്രീൻ ടൈം എത്ര? 39 മിനിറ്റാ. അൽഫോൺസ് പുത്രന്റെ പടത്തിൽ പൂമ്പാറ്റയ്ക്കും അണ്ണാനും വരെ ഇതിൽ സ്ക്രീൻ ടൈം കണ്ടില്ല ആന്റണി ഇദ്ദേഹം ഓടുന്നത്. പിന്നെ ഈ റാവുത്തർ എന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ പഴയ വിയറ്റ്നാം കോളനി യൂണിവേഴ്സ് വല്ലതാണ്. ഇത് വേറെ റാവുത്തർ ആന്റണി ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. ഓ അപ്പോൾ അതാണ് എന്ത് പറഞ്ഞിട്ടും ഒരേ റിയാക്ഷൻ. പിന്നെ വേറൊന്നുണ്ടല്ലേ, ഗോവർദ്ധനെ ബോധം കെടുത്തി പ്ലെയിനിൽ കൊണ്ടുപോകുന്ന നേരം ലൂയി വിറ്റോന്റെ സ്കാഫാ. എന്തിനാ? അത് ഖുറൈശി അബ്രാമിന്റെ ഒരു പവർ കാണിക്കാൻ. അതെന്താ ലൂയി വിറ്റോൻ തന്നെ വേണമെന്ന്? അത് ഏതെങ്കിലും രമേശിന്റെ കടയിൽ 2 മിനിറ്റ് ടർക്കി വാങ്ങി പൊതിപ്പിച്ചാൽ പോരെ? അങ്ങനെയല്ലേ ചേട്ടാ, ഒരു ചെറിയ ക്രൗഡ് സീനുള്ള ബഡ്ജറ്റാണ് ആ സ്കാഫിന് മാത്രമായത്. പിന്നെ മറ്റെന്താ ഖുറൈശി അബ്രാമിന്റെ പവർ. നെടുമ്പള്ളി അതോ ഗ്രാമസഭയ്ക്ക് ഖുറൈശിയുടെ മോതിരിട്ട് പോയപ്പോൾ അത് വെച്ചല്ലേ ഈ ഗോവർദ്ധൻ ഖുറൈശിയും സ്റ്റീഫനും ഒരാളാന്ന് മനസ്സിലാക്കിയേ. അപ്പൊ ഇത്രയും സിമ്പിളായി ഖുറൈശിനെ കണ്ടുപിടിച്ച് ഇവന്റെ മുമ്പിൽ ഞാൻ എന്ത് പവർ കാണിക്കാനാണ്? അത് മുരളി എഴുതിയപ്പോൾ ഞാൻ പിന്നെ ടൈലൻഡിലെ ഏതോ ചൈനക്കാരൻ, ഇവരൊക്കെ ആരാ? അത് റിക്യൂന്, പുള്ളി ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ മോനെ നീ പറയുന്ന റിക്കും. പിന്നെ എന്ത് ഫാസ്റ്റ് ഫ്യൂരിയസാ? അതൊക്കെ ഇവിടുത്തെ അക്ഷയ് സിനിഫൈലും അമൽ ട്രോൾ മോളിവുഡിനും അല്ലാതെ ഇവിടുത്തെ സാധാരണ ഓഡിയൻസിന് ആർക്കും അറിയില്ല. അതങ്ങനല്ല, ആൾക്കാർ അറിയൂ. ആ പറയൂ. ഇത് നിങ്ങൾ ചേട്ടനും ആശീർവാദിന്റെ ചെലവിൽ വേൾഡ് ടൂർ അടിക്കാനുള്ള പരിപാടിയാണെന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അല്ലയാ? ഓ, 5 മിനിറ്റ് സ്ക്രീൻ ടൈം കൊടുത്തു വെച്ചാൽ ഇത്ര കൊണ്ട് ആത്മാർത്ഥത. ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ. ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടേ വെക്കും?